അവസരങ്ങൾ ഉപയോഗിക്കാത്ത ആളുകളാണ് പ്രതിപക്ഷം. ഇത്രയേറെ അവസരങ്ങൾ വന്നിട്ട് അവരത് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞത്. അപ്പോൾ ഈ അവസരങ്ങളൊക്കെ ഉപയോഗിക്കാത്ത പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് കരുത്തനായ മോദിയെ തോൽപ്പിക്കാൻ പറ്റുന്നത്? ചോദ്യം പ്രസക്തമാണ്. പിന്നെ പ്രതിപക്ഷത്തിന് മാത്രമല്ല ഭരണപക്ഷത്തിനും കിട്ടുന്ന അവസരങ്ങളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി പല സംസ്ഥാനങ്ങളിൽ പലതരം സമീപനങ്ങളാണ് വേണ്ടത്. ഇവിടെ ഒരു വിഷയം, ഞാൻ ഈ 5 ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വിശകലനം ചെയ്തു. ഒരു വിമർശന ബുദ്ധിയോടുകൂടി വിശകലനം ചെയ്തപ്പോൾ ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമില്ലാത്ത ഒട്ടേറെ പേരുണ്ട്. പിന്നെ ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായി. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. കള്ളവോട്ടിൻ്റെ പ്രശ്നം, ഒരു പയ്യൻ പോയി 8 വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോപണം. തെറ്റോ ശരിയോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടതാണ്. മറ്റൊന്ന്, ഇലക്ട്രോണിക് മെഷീൻ ഉണ്ടല്ലോ, ഇലക്ഷൻ മെഷീൻ. ആ മെഷീനകത്ത് കളങ്കമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാക്ഷേപം. അല്ല, അത് കോടതി ഇത്തവണയും തള്ളിക്കളഞ്ഞു. അതിൽ ഞാൻ പറയുന്നത് നിരന്തരം ഉന്നയിക്കുന്ന ഒരു ആരോപണമായതുകൊണ്ട് തെളിയിക്കപ്പെടാൻ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നൊന്ന് ജാതി പ്രശ്നങ്ങൾ, വേറൊന്ന് കയ്യൂക്കിൻ്റെ പ്രശ്നങ്ങൾ, മറ്റൊന്ന് സമ്പത്തിൻ്റെ പ്രശ്നങ്ങൾ. ഇതൊക്കെ ഈ ഇടകലർന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് മുൻകാലങ്ങളിൽ ഉണ്ടായതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് പാറ്റേണാണ് ഈ വർഷം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവചനാതീതമാണ്. രാഷ്ട്രീയ ജ്യോത്സ്യന്മാർ പറയുന്നത് പോലെയൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞാൽ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. പിന്നെ പ്രതിപക്ഷങ്ങൾ അവരുടേതായ അവസരങ്ങൾ ഉപയോഗിച്ചില്ല എന്നത് സത്യമാണ്. ബംഗാളിൽ മമതയുമായി ചേരേണ്ടതായിരുന്നു, ചേർന്നില്ല. മമത സമ്മതിക്കുന്നില്ലല്ലോ. അല്ല, ചേരാതിരുന്നത് ആ ചൗധരിയുടെ ശാഠ്യം കൊണ്ടാണ്. കാരണം എല്ലാ പ്രാവശ്യവും അവർ വന്നിരുന്നതല്ലേ ചർച്ചയ്ക്കും മീറ്റിങ്ങുകൾക്കും. പിന്നൊന്ന് ബീഹാറിലെയും അദ്ദേഹം പിന്നെ ഒരു അവസരവാദിയായതുകൊണ്ട് ഇതിനേക്കാൾ ഭേദം മുഖ്യമന്ത്രിയായി തുടരാൻ നല്ലത് BJP ആണ്, കൂട്ടുകെട്ട് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങേര് പോയത്. അപ്പോൾ അവിടെയൊക്കെ ഈ പ്രതിപക്ഷം ഉദ്ദേശിച്ചതുപോലെ ഒരുപക്ഷെ ഇവിടെ നിന്ന പ്രധാനമന്ത്രി സ്ഥാനത്തെത്താൻ പറ്റത്തില്ല എന്ന് പുള്ളിക്ക് തോന്നിക്കാണുമായിരിക്കും. അതെ, നിതീഷ് കുമാറിന്. ശരിയാണ്. അതിനേക്കാൾ നല്ലത് അപ്പുറത്ത് ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് തോന്നി. അതെ, അപ്പോൾ അതിനകത്തുള്ള അവസരം എന്ന് പറയുന്നത് അവസരോചിതമായി പെരുമാറുകയും അവസരവാദികളായി പെരുമാറുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരുടെ ഒരു പരമ്പരയാണുള്ളത്. പലയിടങ്ങളിലും ഈ MLA-മാർ കൂറുമാറിയില്ലേ, MP-മാർ കൂറുമാറിയില്ലേ. പിന്നെ ഇടയ്ക്കുണ്ടാകുന്ന സംഭവങ്ങൾ ചിലപ്പോൾ ഉയർത്തും. ഇപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടിരുന്നു. അപ്പോൾ കേജ്രിവാളിനെ തുറുങ്കിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തു വിട്ടപ്പോൾ കേജ്രിവാളിൻ്റെ പിന്നാലെയുള്ളൊരു വികാരം വളരെ വലുതായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ കുറയുകയും ചെയ്തു. സ്വാതിയുടെ ഒരു ഇതോടുകൂടി താഴോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ അവസരങ്ങൾ എന്ന് പറയുന്നത് അതാത് സമയത്തുണ്ടാകുന്ന വികാരപരമായ അവസരങ്ങളാണ്. അത് പരാജയപ്പെട്ടേക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ ആരുടെ വോട്ടാണ് കുറഞ്ഞത്, ആർക്കാണ് വോട്ട് കൂടിയത്? ഇപ്പോൾ ബീഹാർ ഒന്ന് കയ്യിൽ നിന്ന് തെറിച്ചുപോയി, പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. ഈ തമിഴ്നാട്ടിൽ സ്റ്റാലിനുമായുള്ള ബന്ധത്തിൽ ഈ മുന്നണിക്ക് കുറച്ച് നേട്ടമുണ്ടാക്കാം. പക്ഷെ എവിടേക്കുള്ളൊരു പ്രശ്നം, ഇവിടെ ഒരുമിച്ച് നിൽക്കേണ്ട ഈ പ്രതിപക്ഷ മുന്നണിയിൽ ഒന്നിച്ച് നിൽക്കേണ്ട മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എതിർത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ആ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരെ സ്റ്റാലിൻ പണം കൊടുത്തു, ഇലക്ഷന് സീറ്റ് കൊടുത്തു. അപ്പോൾ അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ നയവും തന്ത്രവും നിസ്സാരമല്ല. ഞാൻ ചോദിക്കുന്നത്, ഈ പ്രതിപക്ഷം ഇലക്ഷൻ ഇപ്പോഴാണ് ഡിക്ലെയർ ചെയ്തത്, 2 മാസമായതല്ലേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പേ തന്നെ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും ആരാണ് നേതൃത്വത്തിലേക്ക് വരേണ്ടത് തുടങ്ങി ഈ പ്രാഥമികമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ആണല്ലോ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട കക്ഷികളിലൊന്ന്. അതെ, ഈ കോൺഗ്രസ് പോലും അത്തരത്തിലുള്ളൊരു ചിന്തയിലേക്ക് പോയില്ല. അവസാന നിമിഷമാണ് ആരെയൊക്കെ വരണം, നിതീഷിൻ്റെ പിന്നാലെ പോകുന്നു. നിതീഷിനെ കൂട്ടുകൂടുന്ന സമയത്ത് തന്നെ മമതയുടെ അടുത്തേക്ക്
രാഹുൽ പോകുന്നു. അപ്പോൾ മമതയുടെ ഉപദേശാനുസരണം ആണ് നിതീഷ് വേണ്ട എന്നുള്ള ഒരു രീതിയിലേക്ക് കൺവീനറാകാം എന്ന് നിതീഷ് പറയുമ്പോൾ വേണ്ട, അത് ഞാൻ ദീദിയുമായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്ന് രാഹുൽ പറയുന്നു. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളാണ്. ഈ പക്വതയില്ലാതെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അത് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് പണ്ടും, അത് കരുണാകരൻ്റെ കാലത്തൊക്കെയാണ്, അങ്ങനെ കുപ്പായിട്ട് ഒരാളെ അവസാന മണിക്കൂറിൽ കൊണ്ടുവന്ന് കരുണാകരനെ ജയിപ്പിച്ചെടുക്കാൻ അറിയാം. ആ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് എന്നുള്ളത് മനസ്സിലാക്കാൻ. അല്ല, കോൺഗ്രസും അല്ല, നാടുമല്ല. കോൺഗ്രസിന് മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം, ഇവിടെ കോൺഗ്രസ് സമയോചിതമായി ചില തീരുമാനങ്ങൾ എടുത്തു. അത് ശരിയാണ് എന്നുള്ളത് കൂടി ആലോചിക്കണം. എല്ലാ സീറ്റിലും മത്സരിച്ച് ഞങ്ങൾക്കെല്ലാം കയ്യെത്തിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹം മാറ്റി ആ തിരിച്ചറിവ് നന്നു. പിന്നെ കോൺഗ്രസ് ഒരുപാട് സീറ്റുകളിൽ നിന്ന് കുറവിലേക്ക് വന്നു മത്സരിക്കാൻ. ബാക്കിയുള്ളവർക്ക് സാധ്യതകൾ കൊടുത്തു. അപ്പോൾ പ്രാദേശിക പാർട്ടികളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ള ഒരു മുന്നണിക്കാണ് കോൺഗ്രസ് കൂട്ടുനിന്നത്. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധിയാണോ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് എന്ന തർക്കം വരുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാനല്ല. ജയിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അങ്ങനെ, ഞാനല്ല ഇപ്പോൾ രംഗത്ത് നിൽക്കുന്നത്, ഇനി ഇവിടെ കൂടി തീരുമാനിക്കേണ്ടതാണ്. ജയിച്ചു വരുന്ന MP-മാരും പ്രാദേശിക പാർട്ടികളും തീരുമാനിച്ച് മുന്നണി രൂപീകരിച്ച് വന്നിട്ട് ഭരണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സീറ്റുകൾ എങ്ങനെ കിട്ടുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതൊക്കെ സംസ്ഥാനം, ഇപ്പം നമുക്കിപ്പോൾ തമിഴ്നാട് പറയാം. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിൽ 20-20 ജയിക്കുക എന്ന് വെക്കുക, അല്ലെങ്കിൽ 18 ജയിക്കുക എന്ന് വെക്കുക. ഈ 18ഉം ഒരർത്ഥത്തിൽ അത് രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുന്ന ആളുകളാണ്. CPM ജയിച്ചാലും CPI ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും. അപ്പം അങ്ങനെ നമുക്ക് ദക്ഷിണേന്ത്യ, കർണാടക അല്ലെങ്കിൽ പിന്നെ തെലങ്കാന ഇങ്ങനെയൊക്കെ പറയുന്നത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് 272 ഒപ്പിക്കാനുള്ള സീറ്റുകൾ വേണ്ടേ? അത് ജോണ ഒരു കാര്യം, ഈ ഓരോ സംസ്ഥാനത്തിലും ഓരോ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചിലയിടത്ത് ഇപ്പോൾ എവിടെയാണോ, ബീഹാറിലോ മറ്റോ, ബീഹാറിലല്ല, മധ്യപ്രദേശിലോ മറ്റോ ജാട്ട് സമുദായം ഒന്നടങ്കമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ വന്നിരിക്കുന്നു, ബ്രാഹ്മണ ജാട്ട് സംഘം. അപ്പോൾ അതൊക്കെ ഓരോ നിമിഷത്തിൽ ഇത് മാറി മാറി വരുന്നു. പിന്നീട് ദേവരാജ് അരസ് ബോംബെയിൽ അദ്ദേഹത്തിൻ്റെ പവാറിൻ്റെ പാർട്ടിയിൽ ഭിന്നതയുണ്ടായി. ഇനിയിപ്പോൾ പാർട്ടിയിലേക്ക് പവാർ തിരിച്ചു വരാൻ പോകുന്നു. അദ്ദേഹമൊക്കെ അവിടെ ഒരു വൻമരമായിരുന്നു. ഒരു പഞ്ചസാര ലോബിയുടെയും കരിമ്പ് കൃഷിയുടെയും ഒക്കെ ഏറ്റവും വലിയ ശൃംഖത്തിൽ. ഈ ലോബികൾക്ക് ഉള്ള ഒരു പ്രശ്നം, വ്യവസായ ഭീമന്മാരെ സംബന്ധിച്ച് ഭരണം നിങ്ങളുടെ കയ്യിലുണ്ടോ, ഞങ്ങൾ കൂടെ നിൽക്കും. ഭരണം കിട്ടില്ല. അപ്പോൾ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കൂടെ നിന്ന ആളുകളാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന ആളുകളൊക്കെ. നമ്മൾ കുറ്റം പറയുമല്ലോ. അപ്പോൾ അവരൊക്കെ അദാനി ആയാലും അംബാനി ആയാലും ടാറ്റ ആയാലും ഇതൊക്കെ കോൺഗ്രസിനൊപ്പം നിന്ന ആളുകൾ. കാരണം അവർക്ക് ഭരണം ഉണ്ടായിരുന്നു. ഭരണം മാറുന്നതനുസരിച്ച് അതപ്പോൾ ആരായാലും അവരുടെ നിലപാടുകളിൽ മാറ്റം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. പിന്നെ മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ മോദി എന്ന് പറയുന്ന ഒരു വലിയ നേതാവ്, ആ നേതാവ് ആ പാർട്ടി BJP കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ. അത് ഇപ്പോഴെന്നല്ല, അത് ഇപ്പോഴെന്നല്ല, അത് ഉണ്ടാക്കുകയാണ്. ആരെയൊക്കെ മത്സരിപ്പിക്കണം, ഏതൊക്കെ സീറ്റുകൾ, എത്ര സീറ്റുകളിൽ ഫോക്കസ് ചെയ്യണം. കഴിഞ്ഞ തവണ 1000-ൽ താഴെ അല്ലെങ്കിൽ 10,000-ൽ താഴെ തോറ്റുപോയ സീറ്റുകളിൽ എങ്ങനെ തിരിച്ചു പിടിക്കണം. പിന്നെ നമ്മൾ ഈ ജോലി സ്ഥലത്തിരിക്കുന്ന ഒരു ടാർഗറ്റ് കൊടുക്കുകയാണ് അമിത്ഷാ വന്നിട്ട്, നിങ്ങൾ ഇത്ര സീറ്റ് പിടിക്കണം. ഇത്തരം ഒരു കമാൻഡിങ് പവർ ഒന്നും ഇല്ലാത്ത ഈ ചത്ത കുതിര പോലെയുള്ള നേതൃത്വമുള്ള ഈ പ്രതിപക്ഷത്തിന് ഇത്തരം ഐഡിയാസ് ഒന്നുമില്ല. എന്ത് ചെയ്യണം, ജനം വോട്ട് ചെയ്യുമെന്ന്. അത് പണ്ടാണ് ജനം വോട്ട് ചെയ്യുന്നത്. 14 വർഷം അധികാരത്തിലിരുന്ന മോദിക്ക് ഓരോ സന്ദർഭത്തിലും ഓരോ അജണ്ടയുണ്ട്. തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളത് ഏത് ഭരണാധികാരി, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അജണ്ടയാണ്. ആ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു കോൺഗ്രസ് ആയാലും, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. പിന്നെ എങ്ങനെയാണ് ഈ മലർപ്പൊടിക്കാരുടെ സ്വപ്നം പോലെ കാണാനല്ലേ പറ്റില്ല? അത് ജോൺ പറയുന്നത് പോലെ അല്ലല്ലോ. ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. വിജയകരമായി ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഒരു മുന്നണി ഉണ്ടാക്കി. അതിനു മുമ്പ് ഇങ്ങനെ ഒരു മുന്നണി ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല. ആ മുന്നണി ഉണ്ടാക്കണം എന്ന് കരുതിയത് കോൺഗ്രസ്സാണ്. ആ മുന്നണിയിലേക്ക് ആളുകളെ ക്ഷണിച്ചപ്പോൾ അവർ ഏതൊക്കെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്നറിയത്തില്ലായിരുന്നു. അങ്ങനെ അറിയിച്ചു വന്നപ്പോഴാണ് ബീഹാറിലേക്ക് പോലെയുള്ള മുഖ്യന്മാർ കൈവിട്ടു പോയത്. ഇനിയിപ്പോൾ കർണാടക
അതുപോലെ തന്നെ ഡൽഹി, ഇവിടേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ വിജയസാധ്യതകൾ കണ്ടുകൊണ്ട് നിൽക്കും, പക്ഷെ നിമിഷ നേരം കൊണ്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ഉത്തർപ്രദേശിലാണ് ഇവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ആണിക്കല്ല്. കോൺഗ്രസിൻ്റെ നെടുംതൂണും UP ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ തകർന്നടിഞ്ഞു. അല്ല, ഇപ്പൊ തകർത്തടിഞ്ഞു എന്ന് മാത്രമല്ല, അത് BJPയുടെ കയ്യിലാണ്. അവിടെയും ഈ ചോർച്ചയുണ്ടാവും. മധ്യപ്രദേശിലും ചോർച്ചയുണ്ടാവും. അല്ല, ചോർന്നാലും എത്ര സീറ്റ് വരെ ചോരും? ഇത് കൂടി പോയാൽ ഒരു 10 സീറ്റ് ചോരുമായിരിക്കും. 85 സീറ്റുള്ള UPയിൽ 10 സീറ്റ് ചോർന്നാലും ബാക്കി 75 സീറ്റ് പക്ഷെ കിട്ടുമല്ലേ? ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൂടെ കൂടിയാൽ നമ്മൾ തമ്മിൽ അതായത് സാറേ, അതായത് ഒരു കാര്യമുള്ളത്, കോൺഗ്രസ് നിലനിൽക്കണം എന്ന് ആഗ്രഹമില്ലാത്തത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് മാത്രമാണ്. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഇന്നും കോൺഗ്രസിനോട് സ്നേഹവും അത് നിലനിൽക്കണം, ആ പ്രസ്ഥാനം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് മാത്രമാണ് ആ തിരിച്ചറിവില്ലാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് പോയപ്പോൾ ആൾക്കൂട്ടം അതൊക്കെ മാറ്റുമായിരുന്നു. അതൊക്കെ സംഭവിച്ചു. ഇപ്പൊ കേരളത്തിൽ മാത്രമാണ് ഈ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനവും വോട്ടിംഗ് എമർജ് ചെയ്ത് വരാനുള്ള ഏർപ്പാടുകൾ നടക്കുന്നത്. ബാക്കി ഒരു സ്ഥലത്തും ഇല്ല. ആൾക്കൂട്ടം കൂടുകയാണ്. ഈ ആൾക്കൂട്ടത്തെ മുഴുവൻ വശീകരിക്കാൻ കഴിയുന്ന ഒരു വാക് സാമർഥ്യം മോദിക്കുണ്ട്. അതിന് ബദലായി മറ്റൊരു വാക് സാമർഥ്യമുള്ള ആളില്ല. പിന്നെ എപ്പോഴും മോദി ഉണ്ടാക്കുന്ന ഒരു അജണ്ട, ആ അജണ്ടയെ ചുറ്റിപ്പറ്റിയാണ് ഈ ഉപഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ അദ്ദേഹം ഉണ്ടാക്കുന്ന അജണ്ടയുടെ പിന്നാലെയാണ് പ്രതിപക്ഷങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഒരു കോമൺ പ്രോഗ്രാം ഇല്ലാതെ പോയത്. അതുകൊണ്ടാണ് അവരുടെ ഒരു പ്രകടന പത്രിക ഉണ്ടാകാതെ പോയത്. ഇത് രണ്ടും ഉണ്ടാകാതെ പോയതും വീഴ്ചയാണ്, അതിനെ സമ്മതിക്കുന്നു. അല്ലാതെ ഇവരെ പിന്തുണയ്ക്കാനും അവരെ പിന്താങ്ങി സാധൂകരിക്കാനുമുള്ള ശ്രമമല്ല എൻ്റെത്. ഇപ്പം യാഥാർത്ഥ്യം കണ്ടാൽ പ്രതിപക്ഷത്തിന് അവസരോചിതമായി സമയോചിതമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നീട് വരേണ്ടതൊരു ജനങ്ങളുടെ ഒഴുക്കാണ്, വികാരപരമായ ചില ഒഴുക്കുകളാണ്. പിന്നെ ഇതിനെയൊക്കെ സൂര്യൻ നോക്കി നിൽക്കുന്നത് പോലെ ഈ രാജ്യത്ത് വമ്പന്മാരായ സമ്പന്നന്മാർ ആര് വന്നാലാണ് തങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് എന്ന് വിചാരിച്ച് നിൽക്കുന്ന വമ്പൻ കോർപ്പറേറ്റുകളുണ്ട്. അപ്പോൾ ആ കോർപ്പറേറ്റുകളുടെയും സാമ്പത്തിക ഭദ്രത ഒരു കാര്യം തന്നെ നമ്മൾ ആലോചിക്കണം. നിർമ്മലാ സീതാരാമൻ പറഞ്ഞു, എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പണമില്ല. അപ്പോൾ ആ തരത്തിൽ വരെ ഒരു ധനകാര്യമന്ത്രിക്ക് സത്യസന്ധമായി അതിനെ ആളെന്നുള്ള രീതിയിൽ അറിയാമല്ലോ എത്ര രൂപയാണ് അപ്പൊ കയ്യിൽ നിന്ന് പോകുന്നത് എന്നുള്ളത്. ആ സത്യത്തെ നമ്മൾ അറിയാത്ത കണ്ടുകൊണ്ട് പറയുകയാണ് നിർമ്മലാ സേതുരാമനാണ് ഈ രാജ്യത്തിന്റെ ഖജനാവ്. അവർ പോലും പറയുന്നു മത്സരിക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല. അപ്പൊ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായാണ്. കാരണം ഖജനാവിന്റെ അടുത്ത് അവർക്ക് മത്സരിക്കാൻ ചെലവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയുന്നത് പാർട്ടി ഒന്നിൽ പാർട്ടി കൊടുക്കണം, അല്ലെങ്കിൽ പാർട്ടി കൊടുക്കുമായിരിക്കും. പക്ഷെ പാർട്ടി കൊടുത്താലും ജയിക്കാൻ പറ്റാത്ത സീറ്റുകളായിരിക്കും കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ വേറെ പ്രശ്നം, എല്ലാ ഇടങ്ങളിലും സമ്പന്നന്മാരുടെ ക്രിമിനലുകളുടെ ഒരു തള്ളിക്കയറ്റമുണ്ട് ഈ സ്ഥാനാർത്ഥിയാകാനും സ്ഥാനാർത്ഥിയായി നിൽക്കാനും. അതുകൊണ്ടാണ് പലയിടങ്ങളിലും ഈ തരത്തിലുള്ള കുറ്റവും ഉണ്ടാവുന്നത്. ഉത്തരേന്ത്യയിൽ ഇപ്പോഴെന്നല്ല, പണ്ടും രാഷ്ട്രീയവും സമ്പന്നന്മാരും ജമീന്ദാർമാരും ഒക്കെ ആളുകളൊക്കെ രാഷ്ട്രീയത്തിൽ. എന്നാലും ബ്രിട്ടീഷുകാർക്ക് കുഴലൂത്ത് നടത്തിയ ആളുകൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ അവരെല്ലാം മലക്കം പറഞ്ഞ് ഈ കോൺഗ്രസിനോടൊപ്പം വന്നു. അതുകൊണ്ട് തന്നെ ആണല്ലോ ചർച്ചിൽ പറഞ്ഞത്, ഇവിടെ ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ രക്ഷപ്പെടത്തില്ല, അവർക്ക് ഭരിക്കാൻ അറിയില്ല എന്നൊക്കെ ചർച്ചിൽ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ ജോൺ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കാരണം പ്രതിപക്ഷത്തിന് അവസരോചിതമായി പെരുമാറി വളരാനും ഐക്യം രൂപപ്പെടുത്താനും ജയിക്കാനും കഴിയുന്ന തരത്തിലല്ല ഇതുവരെയുള്ള കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ എന്നാലും ഈ പലയിടങ്ങളിലും ഉണ്ടാകുന്ന ഇടർച്ചകളും പലയിടങ്ങളിലും ഉണ്ടാകുന്ന ഐക്യവും പലയിടങ്ങളിലും ഉണ്ടാകുന്ന സ്ഥാനാർത്ഥികളുടെ മെച്ചവും കൊണ്ട് ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും ഏതാണ്ട് BJPയോടൊപ്പം അടുത്തു നിൽക്കാൻ കഴിയുന്ന ഒരു സീറ്റ് ജയിക്കാൻ കഴിയില്ലെങ്കിലും ഉണ്ടാക്കാൻ കഴിയും പ്രതിപക്ഷത്തിന് എന്നാണ് എൻ്റെ നിഗമനം.
ജൂൺ 4 നമുക്ക് ജൂൺ 4 വീണ്ടും കാണാം. വീണ്ടും കാണാം.